സോ ഗായ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഫോറക്സ് ട്രേഡിംഗ് ചൂസ് ചെയ്തു, ഇന്ത്യൻ മാർക്കറ്റിനുപരി എന്തുകൊണ്ട് ഫോറക്സ് ചൂസ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് 2-3 ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മറക്കാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനോ അതേപോലെ ഒന്നിനെയും കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇത് വേറൊരു പ്രശ്നം ആവരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഞാൻ എന്തുകൊണ്ട് ഫോറക്സ് ചൂസ് ചെയ്തു എന്നുള്ളതിൽ ഞാനൊരു കറക്റ്റ് മറുപടി തരാം. ഓക്കെ, സോ ഇത് എൻ്റെ ഒരു ഡെമോ അക്കൗണ്ടാണ്. സോ ഡെമോ അക്കൗണ്ടിൽ വിഡ്രോ ഡെപ്പോസിറ്റ് സെക്ഷൻ എടുത്തു. ഡെപ്പോസിറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒന്നിലും ഫീസില്ല. നിങ്ങൾ എത്രയാണോ വിഡ്രോ ഡെപ്പോസിറ്റ് ചെയ്യണത് അതും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എത്തും. ബാങ്ക് ഉണ്ട്, UPI ഉണ്ട്, ബിനാൻസ് പേ ഉണ്ട്, ബിറ്റ്കോയിൻ ഉണ്ട്, ഓൺലൈൻ ബാങ്ക് ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇത് ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് കറക്റ്റ് എത്തും, പക്ഷെ വിഡ്രോ ചെയ്തത് കറക്റ്റ് എത്തൂല. കുറച്ച് അതിൽ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണു, ഉണ്ട്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. സോ അതേപോലെ തന്നെ ഇവിടെ ഓൺലൈൻ വിഡ്രോയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓൺലൈൻ ബാങ്കിലില്ല, USDയിലില്ല, ബിറ്റ്കോയിനിൽ പോലും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പല ടൈപ്പ് വിഡ്രോവൽ ഓപ്ഷൻസ് XNSലുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഞാൻ വേറെ ഒന്നും ഉദ്ദേശിക്കില്ല. നിങ്ങൾ ഫോറക്സ് ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. സോ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ താഴ്ത്തി കെട്ടുമൊന്നുമല്ല. സോ അങ്ങനത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത്. ഞാൻ എന്തുകൊണ്ട് ഫോറക്സ് ചൂസ് ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ആണത്. ഓക്കെ, സോ ഇതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യണം, കാരണം നമ്മളെ രാജ്യം ഇന്ത്യയാണ്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യണം, എന്നാലേ രാജ്യത്തിന്റെ ട്രേഡിംഗ് എക്സ്ചേഞ്ചുകൾ വളരുള്ളൂ. അതേപോലെ തന്നെ എന്താ പറയാ, ഫോറക്സ് വേൾഡ് മാർക്കറ്റ് ആണ്. സോ ഇവിടെ GST കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര വിഡ്രോ അടിച്ചത് അത്രയും നമുക്ക് ബാങ്കിലേക്ക് കിട്ടും. സോ ഇതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരരുത്. സോ ഞാൻ നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ഇതൊരു പ്യുവർ എന്റർടൈൻമെന്റ് മാത്രമാണ്, അല്ലാതെ ഇതിൽ വേറെ GSTന്റെ കുറ്റം പറയുകയോ അങ്ങനെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തണില്ല. ഓക്കെ, സോ ഇതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരരുത്. നിങ്ങൾക്ക് ഒരു അറിവിന് വേണ്ടി മാത്രമാണ്. XNS എന്തിന് യൂസ് ചെയ്തു, ഞാൻ എന്തിനാണ് ഫോറക്സ് യൂസ് ചെയ്യുന്നത്, എനിക്ക് വേറെ പൈസ പുറത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എത്രയാണോ ഞാൻ ഉണ്ടാക്കുന്നത് അതെനിക്ക് വിഡ്രോ അടിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഫോറക്സിലുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഈ ഒരു അറിവ് ഞാൻ ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇട്ടു എന്നുള്ളൂ. സോ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരരുത്. കാരണം നമ്മൾ ഗവൺമെന്റിനെതിരെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്നും വരാൻ പാടില്ല. നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യണം തന്നെയാണ് ഞാൻ പറയണത്, ചെയ്യേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. ഞാൻ എന്തുകൊണ്ട് ഫോറക്സ് യൂസ് ചെയ്തു എന്നുള്ളതിന്റെ ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ വരും. അതുവരെയും ബൈ.